മുഹമ്മദ് നബി കാരിക്കേച്ചർ മത്സരം ഡച്ച് നീക്കത്തിനെതിരെ യുഎന്നിനെ സമീപിക്കുമെന്ന് പാകിസ്ഥാൻ. മുഹമ്മദ് നബിയുടെ കാരിക്കേച്ചർ രചനാ മത്സരം നടത്താനുള്ള തീവ്ര വലതുപക്ഷ ഡച്ച് എംപിയുടെ നീക്കത്തിനെതിരെ യുഎന്നിനെ സമീപിക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. കാരിക്കേച്ചർ മത്സര തീരുമാനത്തെ അപലപിച്ച് പാകിസ്ഥാൻ സെനറ്റ് പ്രമേയം പാസാക്കുകയുണ്ടായി. കഴിഞ്ഞ മാസം നടന്ന തിരഞ്ഞെടുപ്പിനു ശേഷം അധികാരത്തിലെത്തിയ ഇമ്രാൻഖാൻ ഭരണകൂടത്തിന്റെ ആദ്യ നടപടികളിൽ ഒന്നാണിത്. ശക്തനായ ഇസ്ലാം വിമർശകനായ ഡച്ച് പ്രതിപക്ഷ എംപി ഗീർട്ട് വൈൽഡേഴ്സാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാരിക്കേച്ചർ മത്സരം നെതർലാൻഡിൽ വെച്ച് വരുന്ന നവംബറിൽ നടത്താൻ തീരുമാനിച്ചത്. വിഷയം സെപ്റ്റംബറിൽ നടക്കുന്ന യുഎൻ പൊതുസമ്മേളനത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കുമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. മുസ്ലിം ലോകത്തിന്റെ കൂട്ടായ പരാജയമാണിതെന്നാണ് കാരിക്കേച്ചർ രചനാ മത്സരത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത്തരം മതനിന്ദാപരമായ പ്രവർത്തനങ്ങൾ മുസ്ലിം ലോകത്തുണ്ടാക്കുന്ന വേദന പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ളവർക്ക് മനസ്സിലാവില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ പാകിസ്ഥാൻ വിഷയം ഉന്നയിക്കുകയും മത്സരത്തിനെതിരെ കൂട്ടായ തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇക്കാര്യം നേരത്തെ ചെയ്യേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു വൈൽഡേഴ്സ് കാരിക്കേച്ചർ രചനാ മത്സരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഇസ്ലാമിനെയും മുസ്ലിമുകളെയും രൂക്ഷമായി വിമർശിക്കുന്നയാളായ ഇദ്ദേഹത്തിന്റെ തീരുമാനവുമായി തങ്ങൾക്ക് ബന്ധമൊന്നുമില്ലെന്നാണ് ഡച്ച് സർക്കാരിന്റെ നിലപാട്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ആഗസ്റ്റ് 31 മുൻപായി കാരിക്കേച്ചറുകൾ വരച്ച് അയക്കണമെന്നായിരുന്നു വൈൽഡേഴ്സ് പരസ്യം ചെയ്തിരുന്നത്. ഇതുപ്രകാരം ഇതിനകം 200 എൻട്രികൾ ലഭിച്ചതായി എംപി അറിയിച്ചു. ഡച്ച് പാർലമെന്റിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് കൂടിയാണ് വൈൽഡേഴ്സ്. മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് $10,000 വൈൽഡേഴ്സ് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയിക്കുള്ള സമ്മാന വിതരണം ഹേഗിലെ ഫ്രീഡം പാർട്ടി ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്നും നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഹമ്മദ് നബിയുടെ ചിത്രം വരയ്ക്കാൻ പാടില്ലെന്നാണ് മുസ്ലിംകളുടെ വിശ്വാസം. ഇതിനു മുൻപും ഇത്തരം കാർട്ടൂണുകൾക്കെതിരെ മുസ്ലിം ലോകത്ത് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു. അതേസമയം ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് പടിഞ്ഞാറൻ നാടുകളിലായി നല്ല പരിചയമുള്ള വ്യക്തിയെന്ന നിലയിൽ മുഹമ്മദ് നബിയോടുള്ള മുസ്ലിംകളുടെ സ്നേഹം മനസ്സിലാക്കാൻ അവർക്കാവില്ലെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.